കൂട്ടുകാരെ, ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ കാലമായി ഉമ്മയുടെ ഒരു ആഗ്രഹമാണ്. അത് വണ്ടിയിൽ പോയിട്ട് വണ്ടിയിൽ ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെ കുറച്ച് കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടോ. തേക്ക് മ്യൂസിയത്തിൽ 10 മണിക്കാണ് തുറക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടേ ഉമ്മ നല്ല ബീഫ് റോസ്റ്റും എന്താ കടയിൽ നിന്ന് വാങ്ങിയ കുബൂസാണ് കേട്ടോ. ബീഫ് റോസ്റ്റും ഉമ്മ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കി, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. എന്നിട്ട് അതും ബീഫ് റോസ്റ്റുമാണ് രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ എത്ര മണിക്ക് എണീറ്റു? 3 മണിക്ക് എണീറ്റിക്കണ്. 3 മണിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല കേട്ടോ ഉമ്മ ഇതിൻ്റെ കാര്യം. ഇന്നലെ ബീഫ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഈ കോലത്തിൽ ഇപ്പം ഇരിക്കണത്. നല്ല അടിപൊളി ബീഫാട്ടോ, സത്യം പറയാല്ല. പിന്നെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ, വീഡിയോ കാണാറില്ലല്ലേ നിങ്ങൾ? അങ്ങനെ നമ്മളിപ്പോൾ തേക്ക് മ്യൂസിയത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തേക്കാണ് കേട്ടോ. ഇതിൽ ഒരാൾക്ക് വരുന്നത് 50 ഉറുപ്പ്യാണ്. പിന്നെ വീഡിയോ ക്യാമറയും മറ്റേ ഫോട്ടോഗ്രാഫിക്കും, അതായത് ക്യാമറ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഉള്ളൂ പൈസ കൊടുക്കേണ്ട ആവശ്യം. ഉള്ളിൽ നമുക്ക് മൊബൈലിലൊക്കെ എടുക്കാൻ ഫ്രീ ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കേക്ക് മ്യൂസിയത്തിൽ കയറി വന്ന ഉടനെ ഞങ്ങൾ കാണുന്നത് ഇതാ ഒരു വലിയ ശില്പത്തെയാണ് കാണുന്നത്. ഇവിടൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴേ ഇവിടെ ഉണ്ടോ ഒരു അടിപൊളി കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടോ. ഒരു ഫ്രെയിമിൽ നോക്കുമ്പോൾ ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ചാടി നോക്കി ഒരു കുഞ്ഞു കുകയിൽ നിന്ന് ചാടി വന്നതുപോലെ വരുന്നുണ്ട് വെള്ളം, കണ്ടില്ലേ, നല്ല ഭംഗിയിൽ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കേട്ടോ. കേക്കിൻ്റെ വേര് അത് കണ്ടോ, തേക്കിൻ്റെ വേരില്ലേ തിരിച്ചു വെച്ചിരിക്കണ്ടോ, നല്ല ഭംഗിയുണ്ട്. മരം മുറിച്ചിട്ട് ഇങ്ങനെ കണക്കി വെച്ചിട്ട് ഉമ്മ ഈ മരത്തിനെ 116 വർഷമാണ് പഴക്കട്ടോ. അപ്പൊ ഈ മരങ്ങൾ എത്ര വർഷം ഇരുന്നാലും കേടുവരില്ല അല്ലേ? ഓരോ പ്രായമുള്ള തേക്കാണ്. 65 വയസ്സായി. 60 വയസ്സല്ല, 65 സെന്റിമീറ്റർ. 76 വയസ്സാണ്. 65 ടു 76 സെന്റിമീറ്റർ ആണ് ഓരോ തടികൾ. ഓ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഗ്രാഫ്. ഏറ്റവും കൂടുതൽ നിലമ്പൂർ തേക്കിനാണ് ഏറ്റവും കൂടുതൽ വില. അതൊന്ന് വീഡിയോ പറയാം. ഇത് കണ്ടില്ലേ, റേഡിയോ വരെ കേക്ക് കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് ആനയുടെ ഒറിജിനൽ കൊമ്പല്ലേ? ഒറിജിനലൊന്നല്ല.
തേക്കില്ലമ്മ, ഇത് 1542 വയസ്സുള്ള തേക്കാണ്. ഇതിന്റെ വയസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നറിയോ? കേട്ടോ, ഇവിടെ ഒരു വരകൾ കാണുന്നില്ലേ കേട്ടോ, ചെറിയ ചെറിയ വരകൾ കാണുന്നില്ല കണ്ടോ? ഇത് ഈ ഒരു വരകളുണ്ട്, ഈ വര എണ്ണീട്ടാണ് ഇതിന്റെ പ്രായം കണക്കാക്കുക. കണ്ട, അതാണ് ലാസ്റ്റ് വയസ്സ് 1542. അപ്പം കേട്ടോ ഈ ചരിത്രമൊക്കെ ഈ മരം കണ്ടിട്ടുണ്ട്, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ. തവളയും ചെസ് കളിക്കാട്ടോ. അവരെ ഇരുത്താൻ നോക്കിയേ, ഒന്ന് സങ്കടത്തിലിരിക്കണം, ഒന്ന് കളിക്കാൻ ആലോചിക്കുകയാണ്. കൈ കെട്ടിയിരുന്ന് ആലോചിക്കണം, മറ്റേത് താടിമേ കൈ വെച്ചിട്ട് ആലോചിക്കണം. ഏതാ എടുക്കുക, ഏതാ വെക്കുക, എങ്ങനെ ജയിക്കാന്ന്. നമ്മളെ പ്രകൃതിയിലുള്ള ഓരോ ഈ വെള്ളമാണ് അങ്ങോട്ട് ചാടുന്നത് അല്ലേ? ചകിരി ആയിരിക്കും ഇട്ടിരുന്നത്. ഇത് ചകിരി മതി, ജലാംശം കുറവ് മതി. അമ്മ പൂമ്പാറ്റത്തോട്ടത്തിൽ പൂമ്പാറ്റ ഉണ്ടോ? അങ്ങോട്ട് വാ. ഇതാട്ടോ പൂമ്പാറ്റകള്. ഇത് ഒന്ന് തട്ടിയാൽ മതി, അപ്പം ഇങ്ങനെ പൊന്തി വരും എല്ലാരും. സൂര്യകാന്തി. ഇതമ്മ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ചോ? ഇനി കുറച്ചു നേരം ഇരിക്കാം. അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കാണാത്ത സംഭവങ്ങളൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ അല്ലേ? ഇനി നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ. ഏതുണ്ടായിരുന്നു തേക്ക് മ്യൂസിയം? തേക്ക് മ്യൂസിയം നല്ല രസമാണ്, നല്ല കാഴ്ച കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് പഴക്കം ചെന്ന തേക്ക് മരങ്ങളും അതിൻ്റെ പ്രായങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ ഓരോരോ പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും റേഡിയോ വരെ തേക്ക് മരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം, പണ്ടത്തെ റേഡിയോകള്. ഞാൻ ഒരുപാട് പേരെ കണ്ട് എല്ലാരും പിന്നെ താങ്ക് യു പറഞ്ഞു, ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് എനിക്ക് നല്ല സന്തോഷമായി. ചെറിയവരെയും വലിയവരെയും ഉമ്മമാരെയും ഇപ്പമാരെയും ഒക്കെ കണ്ട് എല്ലാരോടും സംസാരിച്ചു. ഇനി സൂര്യകാന്തി അല്ല, കാണാൻ പറ്റുമെന്ന് അറിയില്ല, പോയോക്കാം. ഇനി ഞങ്ങള് സൂര്യകാന്തി തോട്ടത്തിലാണ് പോകുന്നത്. പക്ഷെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് മാത്രം.